വഖഫ് ബോർഡ് അന്യായമായി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്ന കൊച്ചി മുനമ്പം ചെറായി പ്രദേശങ്ങൾ ബി.ജെ.പി. പ്രതിനിധി സംഘം സന്ദർശിക്കുന്നു. കുടിയിറക്ക ഭീഷണി നേരിടുന്ന മത്സ്യത്തൊഴിലാളികളുമായി സംഘം കൂടിക്കാഴ്ച നടത്തും. ബി.ജെ.പി. നേതാക്കളായ KVS ഹരിദാസ്, അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സന്ദർശനം. മുനമ്പം നിവാസികളുടെ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള ഈ സമര പോരാട്ടത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ അറിയിക്കുക എന്നുള്ള കടമയാണ് ഞാനിവിടെ ചെയ്യുന്നത്. എന്നെയും അതുപോലെ ഹരിദാസേട്ടനും അതുപോലെ ജില്ലാ പ്രസിഡൻ്റുണ്ട്. ഞങ്ങളെ ഇങ്ങോട്ട് പാർട്ടി നിയോഗിച്ചിട്ടുള്ളത് തന്നെ ഇവിടെ നടത്തുന്ന ഈ പ്രക്ഷോഭത്തിന്, ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള ഈ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ ഈ പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പിന്തുണയും അറിയിക്കുന്നു. അതോടൊപ്പം ഇത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഏതു നിയമത്തെ ആണെങ്കിലും, അതിപ്പം പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ലാണെങ്കിലുമൊക്കെ കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന രീതി വളരെ വ്യത്യസ്തമായാണ്. ഇവിടെ എന്തോ ഒരു ഭരണകൂട ഭീകരതയായിട്ടാണ് ഓരോ കാര്യങ്ങളെയും കേരള സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ തന്നെ എടുത്തു നോക്കിയോളൂ. ഇവിടെ KCBC, സീറോ മലബാർ സഭ, ലത്തീൻ സഭ, മലങ്കര സഭ, കത്തോലിക്ക പിതാവ് ഉൾപ്പെടെ കൃത്യമായ നിലപാട് വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ഇന്നലെ വ്യക്തമായ നിലപാട് സ്വീകരിച്ച് KCBC ഇന്നലെ അതിന് പ്രമേയം പാസ്സാക്കി ഔദ്യോഗികമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇതിനെ കുറിച്ചൊക്കെ ഒരു അഭിപ്രായം പറയാൻ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറാണോ? ഇവർ ഏതാനും ചെറിയ വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി ഈ ഒരു നാട്ടിൽ നടപ്പിലാകുന്ന ഒരു സത്യം പറഞ്ഞാൽ ഒരു ഭീകരതയാണ്. ഒരു ഭീകരത തന്നെ, ഇതിനെ അങ്ങനെ വിളിക്കാൻ കഴിയുള്ളൂ. വഖഫിൻ്റെ പേരിൽ നടത്തുന്ന ഈ കയ്യേറ്റത്തെ ഒരു ഭീകരതയെ തന്നെ കാണാൻ കഴിയുള്ളൂ. ഇത് 1950 മുതൽ 2024 വരെയുള്ള കാലഘട്ടം എടുത്താൽ സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഭീകരമായ ഒരു വലിയ ലാൻഡ് ക്രാബിംഗ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു സാധാരണക്കാരനുള്ള സിവിൽ റൈറ്റുകളെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്നൊരു സാഹചര്യമാണ് ഈ വഖഫിൻ്റെ ഈ 2013 ഭേദഗതിയോടുകൂടി അത് പൂർത്തിയായി. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യം ഒഴികെ ഇന്ത്യക്ക് ചുറ്റുമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ എല്ലാം അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അവിടെയെല്ലാം ഈ ഭീകരത അഴിഞ്ഞാടുകയാണ്. ഇവിടെ ഇത്തരത്തിലുള്ളൊരു ഗവൺമെൻറ്, ഇത്രയും ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഒരു ഗവൺമെൻറ് ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെയുള്ള മറ്റ് ഇതര മതസ്ഥർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നത്. ആ സാഹചര്യത്തെ ഇവിടെ നശിപ്പിക്കുവാൻ വേണ്ടി ഏതു വിധത്തിലുള്ള പ്രീണനം നടത്തിയും അധികാരത്തിലെത്തുക എന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെയും അതുപോലെ തന്നെ ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇപ്പം നിലപാടതാണ്.